നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞല്ലോ, അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും എനിക്ക് ലോകത്ത് ഒരാളുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു തിരിച്ചെന്താ പറഞ്ഞത് പറയാൻ കഴിയുന്നില്ല. ഒറ്റ കരച്ചില്. എന്തിനാ കരയണത് അബൂബക്കറെ? അബൂബക്കറിന്റെ സ്വത്ത് എന്ന് തങ്ങൾ എന്തിനാ പറഞ്ഞത്? അബൂബക്കറിന് അങ്ങനെ ഒരു സ്വത്തില്ലല്ലോ. അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറിനെ തന്നെയും തങ്ങൾക്ക് തന്നല്ലേ. കടങ്ങള് അബൂബക്കറിനെ തന്നെ തങ്ങൾക്ക് തന്നില്ലേ. അതുകൊണ്ടാണ് ഈ സൗർ ഗുഹയിൽ കയറുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്കാനക്ക് യാ റസൂലുള്ളാഹ്, തങ്ങൾ ഗുഹന്റെ പുറത്തൊന്ന് ഇരിക്കോന്ന് ചോദിക്കും. എന്തിനാ അബൂബക്കറെ? ഗുഹയിൽ വല്ല ഇഴജന്തുക്കൾ ഉണ്ടെങ്കിൽ തങ്ങളെ കുത്തിയാലോ കടിച്ചാലോ? അപ്പൊ അബൂബക്കർ കയറുമ്പോ അതിന് അബൂബക്കർ ഇല്ലല്ലോ. അതിന് അബൂബക്കർ മനസ്സിലുണ്ടെങ്കിൽ അബൂബക്കർ വിചാരിക്കണമെങ്കിൽ അബൂബക്കർ ഉണ്ടാവണ്ട നബിയെ. ആ ഗുഹ മൊത്തം വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ വിരല് മുറിഞ്ഞു.